കോഴി വളർത്തലിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് തീറ്റച്ചെലവ്. കോഴിത്തീറ്റയുടെ വില വർദ്ധിക്കുന്നത് കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നു. ഈ സാഹചര്യത്തിൽ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായ ഒരു പോഷകസമ്പുഷ്ടമായ ബദലാണ് മുരിങ്ങയില. മുരിങ്ങയിലയെ കോഴിത്തീറ്റയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ തീറ്റച്ചെലവ് ഗണ്യമായി കുറക്കാനും ഉത്പാദനം വർദ്ധിപ്പിക്കാനും സാധിക്കും. മുരിങ്ങയില പോഷകങ്ങളുടെ ഒരു കലവറയായ ഒരു അദ്ഭുത വൃക്ഷമെന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതിന്റെ ഇലകൾ കോഴികൾക്ക് ആവശ്യമായ നിരവധി പോഷകങ്ങൾ നിറഞ്ഞതാണ്. സാധാരണ തീറ്റകളായ നിലക്കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, സോയാബീൻ മീൽ എന്നിവയേക്കാൾ ഉയർന്ന പ്രോട്ടീൻ മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്നു. ഇത് തീറ്റയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഉണങ്ങിയ മുരിങ്ങയിലപ്പൊടിയിൽ ഏകദേശം 24% മുതൽ 30% വരെ പ്രോട്ടീൻ ഉണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ബി കോംപ്ലക്സ്, കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം തുടങ്ങിയവ ധാരാളമുണ്ട്. ഇത് കോഴികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. മുരിങ്ങയിലയിലെ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ആന്റിമൈക്രോബിയൽ, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നൽകുന്നു. ഇത് കോഴികളുടെ രോഗപ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കും. എങ്ങനെ തീറ്റച്ചെലവ് കുറക്കാം? മുരിങ്ങയിലയെ തീറ്റയിൽ ചേർക്കുന്നത് ചെലവേറിയ സോയാബീൻ മീൽ പോലുള്ള പ്രോട്ടീൻ സ്രോതസ്സുകൾക്ക് ഒരു മികച്ച പകരക്കാരനായി ഉപയോഗിക്കാൻ സഹായിക്കും. പഠനങ്ങൾ അനുസരിച്ച് മുരിങ്ങയിലപ്പൊടി മുട്ടക്കോഴികൾക്ക് തീറ്റയുടെ 10% വരെ സുരക്ഷിതമായി ചേർക്കാം. മുരിങ്ങയില നൽകുന്നതിലൂടെ കോഴികളുടെ വളർച്ചയിലും ഉത്പാദനത്തിലും ഗുണപരമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. മുട്ടക്കോഴികളുടെ തീറ്റയിൽ മുരിങ്ങയില ചേർക്കുന്നത് മുട്ടയുടെ ഉത്പാദന നിരക്കിനെ ദോഷകരമായി ബാധിക്കാതെ തന്നെ മഞ്ഞക്കരുവിന്റെ നിറം മെച്ചപ്പെടുത്തും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങൾ കാരണം കോഴികളുടെ രോഗനിരക്കും മരണനിരക്കും കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇലകൾ തണലിൽ ഉണക്കി പൊടിച്ച് മറ്റു തീറ്റയുമായി ചേർത്ത് നൽകുന്നതാണ് ഏറ്റവും നല്ല രീതി. ചെറിയ അളവിൽ പച്ച ഇലകൾ നേരിട്ട് നൽകാം. എന്നാൽ ഉണക്കി പൊടിച്ച് നൽകുന്നതാണ് കൂടുതൽ ഫലപ്രദം. കാരണം ഇത് മറ്റു തീറ്റയുമായി നന്നായി ചേരുകയും ദഹനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നാടൻ കോഴികളെ വളർത്തുന്നവർക്കായി ഇനിയും ഒരുപാട് അറിവുകൾ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.